എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഏകദേശം 10 വർഷക്കാലം ഖാദിമായി ജീവിച്ചിരുന്ന സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഏകദേശം 10 വർഷക്കാലം ഖാദിമായി ജീവിച്ചിരുന്ന സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകന്റെ കൂടെ 10 വർഷക്കാലം മുത്തുനബിയുടെ കൂടെ കഴിഞ്ഞിരുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നൊരു സംഭവം വിവരിക്കുന്ന ഒരു ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു മനുഷ്യന് കടന്നു വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, മുത്തുനബിയെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് അതിന് പരിഹാരമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്തു, ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു, പിന്നെയും എന്റെ ജീവിതത്തിൽ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ലോകത്തിന്റെ നേതാവ് ആ അനുചരനോട് പറഞ്ഞു കൊടുത്തു, നീ പിന്നെയും തൗബ ചെയ്യ്, രണ്ടാമതും നീ തൗബ ചെയ്യ്. എന്നിട്ടും ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, നബിയെ, പിന്നെ ഞാൻ ചെയ്താലോ? പ്രവാചകൻ പറഞ്ഞു, നീ മൂന്നാമതും തൗബ ചെയ്യ്. പിന്നെ ചെയ്തോ? നാലാമതും തൗബ ചെയ്യ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നീ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ടിരിക്ക്. ഏതുവരെ എന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, ഇബ്ലീസ് ശൈത്താൻ ദുഃഖിക്കുന്നത് വരെ നീ തൗബ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരിക്കലും നീ ക്ഷമകെട്ടു പോകരുത്, നീ ഒരിക്കലും നിരാശനായി പോകരുത്. നീ തെറ്റ് ചെയ്തു, അള്ളാഹുവിനോട് ഞാൻ കള്ളു കുടിക്കില്ല പടച്ചവനെ എന്ന് പടച്ചവനോട് പശ്ചാത്തപിച്ചു മടങ്ങി. പിന്നെ കള്ളു കാണുമ്പോ നീ കുടിച്ചാൽ പിന്നെയും നീ വന്ന് തൗബ ചെയ്യണം. നീ തൗബ ചെയ്യില്ല, പിന്നെയും നീ പോയി കള്ളു കുടിച്ചു, പിന്നെയും നീ അള്ളാഹുവിനോട് തൗബ ചെയ്യണം. പിന്നെയും നീ കള്ളു കുടിച്ച, പിന്നെയും നീ തൗബ ചെയ്യണം. ഏതുവരെ? ഇബ്ലീസിന് തോന്നണം ഇവനെ പിഴപ്പിച്ചിട്ട് കാര്യമില്ല, ഇവന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. ഇബ്ലീസ് പരാജയപ്പെട്ടു പോകുന്നത് വരെ, ഇബ്ലീസ് പടച്ചവനെ ഇവനെ ഞാൻ എത്ര പിഴപ്പിക്കാൻ നോക്കിയിട്ടും അവന് തെറ്റുകൾ ചെയ്തിട്ടും അവൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നല്ലോ എന്ന് ഓർത്തിട്ട് ഇബ്ലീസ് ദുഃഖിക്കുന്നത് വരെ നീ അള്ളാഹുവിനോട് തൗബ ചെയ്തു മടങ്ങണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലജ്ജയാ ചോദിക്കാൻ. എങ്ങനെയാ ഇതിങ്ങനെ എപ്പോഴും ചെയ്യണേ? എന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, ഇബ്നു മസ്ഊദ് തങ്ങളോട്, ഞാനൊരു വലിയ പാപം ചെയ്തു, എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബിയുടെ മുന്നിലാണ് വന്നിട്ട് ചോദിക്കുന്നത്, ഞാനൊരു വലിയ പാപം ചെയ്തു, എന്ത് ചെയ്യണം? ചെറിയ പാപമൊന്നുമില്ല, വലിയ പാപമാ ചെയ്തേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യൻ ചെയ്ത പാപം ഇങ്ങനെ കേട്ടപ്പോൾ വല്ലാതെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദന വന്നു. തന്റെ വീടിന്റെ അകത്തേക്ക് കയറിപ്പോയിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു വന്നു. ആ മനുഷ്യന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ സ്വർഗത്തിന് 8 കവാടമുണ്ട്. ഈ 8 കവാടങ്ങൾ തുറക്കുകയും ചെയ്യും, അടയ്ക്കുകയും ചെയ്യും. ഇതുപോലെ തൗബ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്, തൗബയുടെ ഒരു വാതിലുണ്ട്, തൗബ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്. ആ കവാടത്തിനൊരു മലക്ക് കാവൽക്കാരനുണ്ട്, പക്ഷെ അതൊരിക്കലും അടയ്ക്കാറില്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നീ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീ പശ്ചാത്തപിച്ചു മടങ്ങ്, അള്ളാഹു നിന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നാം എത്രയോ പാപങ്ങൾ ചെയ്യുന്നവരാ. നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ കണക്കെടുത്താൽ എന്റെ പ്രിയപ്പെട്ടവരെ, കോടിക്കണക്കിന് പാപങ്ങൾ. ഇന്നത്തെ ഒരു ദിവസത്തെ കണക്കെടുത്ത് നോക്ക്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ സമയം വരെ ഞാനും നിങ്ങളും ചെയ്ത പാപത്തിന്റെ കണക്ക്, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കണ്ടത് പാപം, കേട്ടത് പാപം, പറഞ്ഞത് പാപം, പിടിച്ചത് പാപം, നടന്നത് പാപം, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപം. എത്ര കണക്ക്, എത്ര നമ്മുടെ കണക്കെടുക്കാൻ കഴിയുമോ? ഓരോ ദിവസവും എത്രയോ കോടാനുകോടി പാപങ്ങൾ ഞാനും നിങ്ങളും ചെയ്യുന്നു. ആ ചെയ്തു പോകുന്ന പാപങ്ങളെ കുറിച്ച് പടച്ച റബ്ബിന്റെ മുന്നിൽ ഒന്ന് ഏറ്റുപറഞ്ഞൊന്ന് പശ്ചാത്തപിച്ചു മടങ്ങാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ചെയ്യാം എന്ന് പറഞ്ഞു മാറ്റിവെക്കലല്ല.
പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പശ്ചാത്തപിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. മഹാനായ ഔസഈ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പാപങ്ങൾ നിസ്സാരമായി കാണുക, പാപങ്ങൾ നിസ്സാരമായി കാണുക, പാപങ്ങൾ നിസ്സാരമായി കാണൽ വൻപാപമാണെന്ന്, അത് വൻപാപങ്ങളിൽ പെടുമെന്ന. പടച്ചവനെ, ചില പാപങ്ങൾ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന പാപങ്ങൾ നമ്മളങ്ങനെ പറയാ ചെറുതല്ലേ, അത് ചെറുതല്ലേ, ഇപ്പൊ ഒരു വക്കത്ത് പോയി, അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു, ഇതൊക്കെ നിസ്സാരമായിട്ട് ചെയ്തു പോയ പാപങ്ങളെ തള്ളിക്കളയുന്നത് വൻപാപങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളുകുടിയും അതുപോലെ തന്നെ വ്യഭിചാരവും പലിശതീറ്റിയും വൻപാപങ്ങൾ, 7 വൻപാപങ്ങൾ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് മാത്രമല്ല വൻപാപം, നിത്യമായിട്ട് ചില പാപങ്ങൾ, ചെറിയ ചെറിയ പാപങ്ങൾ നിത്യമായിട്ട് ചെയ്യുമ്പോൾ അത് വൻപാപങ്ങളിൽ പെട്ടുപോകും. നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. മഹാന മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ചെറിയ പാപങ്ങൾ നിങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കണം. ചെറിയ പാപങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാനുള്ളതല്ല. നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന് നമ്മൾ ചെറിയ പാപമായിട്ട് കാണുന്ന പല കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വലിയ പാപങ്ങളായിട്ട് എണ്ണപ്പെട്ട കാര്യങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കള്ളുപിടിയും പെണ്ണുപിടിയും പലിശതീറ്റിയും ഇതൊക്കെ ഇന്ന് സാധാരണയായി പോയി. മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ ആട്ടി ഓടിക്കുന്നത് പോലെ ഇന്ന് ഇതൊക്കെ ചെയ്യണം മനുഷ്യന്മാർ. വലിയ വലിയ തെറ്റുകൾ ഇന്ന് ചെയ്യുന്നത് തന്റെ മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഒരു ഈച്ചയെ ഓടിച്ചു കളയുന്ന പോലെ അത്രയേ ഉള്ളൂ, നിസ്സാരമായി പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു വലിയ ചരിത്രം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഒരു വാപ്പ തന്റെ മകന് കൊടുത്ത ഉപദേശം അല്ലാഹുവിന്റെ ഖുർആനിൽ കാണാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ ചരിത്രങ്ങൾ. ലുഖ്മാൻ ഹക്കീം തന്റെ മക്കൾക്ക് കൊടുത്ത, മകന് കൊടുത്ത ഉപദേശം വലിയ ഉപദേശമാണ്. വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ, തൗബ നീ നീട്ടിവെക്കാൻ പാടില്ല. ഒരു വാപ്പ തന്റെ മകന് കൊടുത്ത ഉപദേശമാ, മോനെ, ഒരിക്കലും നിന്റെ തൗബ നീ നീട്ടിവെക്കാൻ പാടില്ല. നാളെ ചെയ്യാം, നാളെ ചെയ്യാം, നാളെ നന്നാകാം എന്നല്ല സഹോദരങ്ങളെ, തൗബ നീട്ടിവെക്കാൻ പാടില്ല. കാരണം മഹാനവറുകൾ അവിടെ നിന്ന് തന്റെ പൊന്നാര മകനോട് പറഞ്ഞു, മരണം എപ്പോ വേണമെങ്കിലും കയറി വരാം. എന്റെ സഹോദരൻ, നാളെ നന്നാകാം, നാളെ സുബഹി മുതൽ നന്നാകാമെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുന്നു. പക്ഷെ നാളെ സുബഹിക്ക് നമ്മളിൽ എത്ര പേര് എഴുന്നേക്കുമെന്ന് ഉറപ്പുണ്ടോ? ആ തൗബ ചെയ്യുന്നതിന് മുമ്പ് മരണം നമ്മളെ തേടി വന്നു കഴിഞ്ഞാൽ, മരണം നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? തൗബയുടെ കവാടം അടച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. തൗബയുടെ കവാടം അടയ്ക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ അവസാനം അടുത്തു എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പകടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, തൗബ നമ്മൾ ഒരിക്കലും നീട്ടിവെക്കാൻ പാടില്ല. തൗബ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ തൗബ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? എല്ലാരും ഇരുന്നിട്ട് ചുമ്മാതോ പറഞ്ഞാ പോരാ. തൗബ എന്ന് പറഞ്ഞാൽ അതിന് ചില ഷർത്തുകളും ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് വേണം ദുആ ചെയ്യാൻ, തൗബ ചെയ്യാൻ. എങ്ങനാ തൗബ ചെയ്യേണ്ടത്? പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു തൗബ ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെയാണ് പടച്ച റബ്ബിനോട് തെറ്റ് ചെയ്തത് ഏറ്റു പറയേണ്ടതെന്നറിയുമോ? ഏത് മനസ്സോടുകൂടി, ഇഖ്ലാസോടുകൂടി, പടച്ചവനെ ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ലെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ എങ്ങനെയാ പറയേണ്ടതെന്നറിയുമോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ വല്ലാത്ത വരൾച്ചയാണ്. മഴയില്ല, വെള്ളമില്ല, മനുഷ്യനും മൃഗങ്ങൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ല. വല്ലാത്ത വരൾച്ചയുണ്ടായപ്പോ ബനു ഇസ്രായേലിലെ ജനങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറയുന്നു, നബിയെ, വല്ലാത്ത വരൾച്ചയാണ്, മഴയില്ലല്ലോ, വെള്ളമില്ലല്ലോ, മനുഷ്യനും മൃഗങ്ങൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്താണ് മഴ. ആ മഴ പെയ്യുന്നതിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ തന്റെ ജനതകൾ വന്ന് പറയുമ്പോൾ അവസാനം മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ്? പടച്ചവനെ, എല്ലാവരെയും ഒരു മരുഭൂമിയിൽ ഒരുമിച്ച് കൂട്ടി, ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി മൂസാ നബി അലൈഹിസ്സലാം എല്ലാവരുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. മൂസാ നബി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് മഴ തരണേ തമ്പുരാനെ. മൂസാ നബി
അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് മഴ പെയ്യാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂസാ നബിയുടെ മുന്നിൽ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, രോഗികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, യാത്രക്കാരുണ്ട്. എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് മൂസാ നബി അള്ളാഹുവിനോട് മഴ പെയ്യുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. എന്നിട്ട് മൂസാ നബി പറയുന്നു, അവസാന പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ അവസാന പ്രവാചകന്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മഴ തരണേ തമ്പുരാനെ. മൂസാ നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. മുത്തുനബിയുടെ പേര് പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. മൂസാ നബിയോട് പറയുന്നു, നബിയെ ദുആ സ്വീകരിക്കില്ല, ദുആ സ്വീകരിക്കില്ല, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മഴയുണ്ടാകില്ല. കാരണമെന്തെന്നറിയുമോ? കാരണമെന്തെന്നറിയുമോ? ഈ ഇരിക്കുന്ന ജനങ്ങൾക്കിടയിൽ 40 വർഷക്കാലമായിട്ട് പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. 40 വർഷക്കാലമായിട്ട് അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു തനി സദസ്സിലുണ്ട്. അവൻ എഴുന്നേറ്റു പോകാതെ മഴ പെയ്യില്ല നബിയേ. മൂസാ നബിയുടെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, 40 വർഷക്കാലമായി അല്ലാഹുവിനെ മറന്ന് ധിക്കരിച്ചു കൊണ്ട് നടക്കുന്ന ഒരുത്തൻ ഈ സദസ്സിൽ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റു പോകാതെ പടച്ചവനെ മഴ പെയ്യില്ല. മൂസാ നബി ചിന്തിക്കുന്നു, 70,000-ൽ പരം വരുന്ന ആൾക്കാരുണ്ട്. ആരാണ് പടച്ചവനെ? 70,000-ൽ പരം വരുന്ന ആൾക്കാർ. മൂസാ നബി വിളിച്ചു പറഞ്ഞു തന്റെ മുന്നിലിരിക്കുന്നവരോട്, 40 കൊല്ലമായി പടച്ചവനെ ധിക്കരിച്ച് നടക്കുന്ന ഒരു മനുഷ്യനീയ സദസ്സിലുണ്ട്. അവൻ എഴുന്നേറ്റു പോകാതെ മഴ പെയ്യില്ല എന്ന് മൂസാ നബി പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 40 കൊല്ലമായി അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന മനുഷ്യൻ ആ സദസ്സിലിരിപ്പുണ്ട്. അവൻ ചിന്തിച്ചു, എഴുന്നേറ്റ് പോയാൽ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുമല്ലോ. ഈ 70,000-ൽ പരം വരുന്ന ആൾക്കാര് അവരുടെ മുന്നിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പോയാൽ എല്ലാവരുടെ മുന്നിലും അവന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുകയാണ്. നാണം കെടുമല്ലോ പടച്ചവനെ. പോകാതെ ഇരുന്നാൽ മഴയും പെയ്യില്ലല്ലോ പടച്ചവനെ. അവസാനം ആ മനുഷ്യൻ ആ സദസ്സിലിരുന്നു കൊണ്ട് തന്റെ മുഖം ഇങ്ങനെ മുട്ടിലേക്ക് താഴ്ത്തി പിടിച്ചിട്ട് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നാഥാ, 40 വർഷക്കാലം നിനക്ക് നന്ദികേട് ചെയ്തവനാണ്, 40 വർഷക്കാലം ധിക്കരിച്ച് നടന്നവനാണ്. അല്ലാഹുവേ, ഇന്ന് നീ എനിക്ക് പുറത്തു തന്നാൽ ഇനിയുള്ള കാലം നിന്നെ വഴിപ്പെട്ടുകൊണ്ട് നിന്നെ പേടിച്ചുകൊണ്ട് നിന്റെ അടിമയായിട്ട് ഞാൻ ജീവിച്ചു കൊള്ളാം തമ്പുരാനെ. ആ മനുഷ്യൻ തന്റെ മുഖമൊന്ന് താഴ്ത്തി പിടിച്ചിട്ട്, തന്റെ മുഖമൊന്ന് താഴ്ത്തി വെച്ചിട്ട് ആ ജനങ്ങൾക്കിടയിൽ ഇരുന്ന് ആരും കേൾക്കാതെ ആരും കാണാതെ ആ മനുഷ്യൻ പടച്ച റബ്ബിന്റെ മുന്നിൽ ഇഖ്ലാസോടുകൂടി ഒറ്റ വാക്ക് പറഞ്ഞപ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്. ആകാശ ലോകത്ത് നിന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്. മൂസാ നബിക്ക് അത്ഭുതമായി. ആരും എഴുന്നേറ്റ് പോയില്ല, ഒരാളും എഴുന്നേറ്റ് പോയില്ല, ദുആ ചെയ്തതുമില്ല. പിന്നെ എങ്ങനെയാണ് മഴ വന്നത്? അത്ഭുതത്തോടു കൂടി നിൽക്കുന്ന മൂസാ നബിയുടെ മുന്നിലേക്ക് മലക്ക് വന്ന് പറയുന്നു, നബിയേ, മഴ പെയ്യാനുള്ള കാരണം എന്തെന്നറിയുമോ? ആ 40 കൊല്ലം പാപം ചെയ്ത മനുഷ്യന്റെ പശ്ചാത്താപമാ. 40 വർഷക്കാലം പാപം ചെയ്ത ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ തൗബ കാരണമാണ് മഴയുണ്ടായതെന്ന് ചരിത്രം പറയുമ്പോ, 40 കൊല്ലം തെറ്റ് ചെയ്ത് നടന്നിട്ട് അല്ലാഹു അവനെ നാണം കെടുത്തിയില്ല. മനസ്സിലാക്കേണ്ട കാര്യത, 40 വർഷക്കാലം പാപം ചെയ്ത് നടന്ന ഈ മനുഷ്യൻ, ആ മനുഷ്യൻ അല്ലാഹു പരസ്യമാക്കിയില്ല. പിന്നല്ലേ പശ്ചാത്തപിച്ച് മടങ്ങിയതിനു ശേഷം അല്ല നാണം കെടുത്ത? പശ്ചാത്തപിച്ച് മടങ്ങിയതിനു ശേഷം പിന്നെ അല്ല നാണം കെടുത്ത? ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 40 കൊല്ലം ധിക്കരിച്ച് നടന്ന മനുഷ്യന്റെ ആ ഒരൊറ്റ തൗബ കാരണം അല്ലാഹു മഴ ഇറക്കി കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ ചരിത്രം പറഞ്ഞത്, ആ 40 വർഷക്കാലം തെറ്റ് ചെയ്ത മനുഷ്യൻ എങ്ങനെയായിരിക്കും തൗബ ചെയ്തിട്ടുണ്ടാവുക? എന്റെ പ്രിയമുള്ളവരെ, ആ 70,000-ൽ പരം വരുന്ന ജനങ്ങൾക്കിടയിൽ
ആ ഇരുന്നു കൊണ്ട് ആ മനുഷ്യൻ ചെയ്ത ഒരു തൗബയുണ്ടല്ലോ, അതാണ് ഈ ഇഖ്ലാസ് എന്ന് പറയുന്നത്, ആത്മാർത്ഥമായിട്ടുള്ളൊരു തൗബ. എന്റെ പ്രിയപ്പെട്ടവരെ, വിളിച്ചു പോകണമെന്നൊന്നുമില്ല. ആ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, അല്ലാഹുവേ ഞാനിനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല പടച്ചവനെ, ഇത്രയും നാളും ഞാൻ ചെയ്തത് മുഴുവനും തെറ്റാണ്, ഞാൻ അംഗീകരിക്കുന്നു പടച്ചവനെ, പക്ഷെ ഇനിയുള്ള കാലം നിന്നെ ഞാൻ വഴിപ്പെടും, ഇനിയുള്ള കാലം പടച്ചവനെ ഞാൻ നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാം. അവിടെ നിന്ന് ആത്മാർത്ഥമായിട്ട് അവിടെ നിന്ന് തൗബ ചെയ്തപ്പോൾ അവിടെ നിന്ന് ആകാശ ലോകത്ത് നിന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങി എന്ന ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്. തൗബ ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? തൗബ ചെയ്ത ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ മാത ശാബുൻ തായിബുൻ യർഫഉല്ലാഹുൽ അദാബ അൻ മഖാബിരിൽ മുസ്ലിമീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനെ തൗബ ചെയ്തിട്ട് മരണപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ തൗബ ചെയ്തിട്ട് മരണപ്പെട്ടാൽ, ആ മനുഷ്യന്റെ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കബറടക്കാൻ കൊണ്ടുപോകുമ്പോ, ഇന്നീ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ ആരെങ്കിലും ഇന്ന് വരെ ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഇവിടെ വെച്ച് ഏറ്റു പറഞ്ഞിട്ട് ഇന്ന് ഇവിടെ ഇരുന്നു മരിച്ചുപോയി എന്ന് കരുത്. നാളെ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിങ്ങളെ മയ്യത്ത് കബറടക്കാൻ കൊണ്ടുവരുമ്പോ, ഈ തൗബ ചെയ്ത നിന്റെ ജനാസ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, 40 ദിവസത്തോളം ഖബറാളികളുടെ ശിക്ഷ അല്ലാഹു ഉയർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ആരുടെ മഹത്വമാ? ഹാഫിളിന്റെയും ആലിമിന്റെയും അതുപോലെ തന്നെ പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല. ഈ സദസ്സിലിരിക്കുന്ന നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം സമ്മതിച്ചു റബ്ബേ, മഹത്വം കൊണ്ട് അവര് രക്ഷപ്പെടുമെങ്കിൽ, 40 ദിവസത്തോളം അവരുടെ അദാബ് അല്ലാഹു മാറ്റുമെങ്കിൽ, ഈ കൊണ്ടുപോകുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തായിരിക്കും? അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് പാപങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നവരാകരുത്. ഇങ്ങനെ പാപങ്ങൾ ചെയ്ത് ചിരിച്ചും കളിച്ചും തമാശകൾ പറഞ്ഞിങ്ങനെ നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ഏറ്റു പറയാൻ കഴിയണം. എങ്ങനെ പറയണം? ചിരിച്ചിങ്ങനെ നടക്കാം, തമാശയും കോമഡിയും പറഞ്ഞ് പല കാര്യങ്ങളുമായി ചിരിച്ചു കളിച്ചുകൊണ്ട് മരണചിന്തയില്ലാതെ ഖബറിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ഒരു ചിന്തയുമില്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന കാലം അടിച്ചുപൊളിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നവർ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെ നിന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരുപാട് കളിച്ച് ചിരിച്ച് നടക്കുന്നവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലാ തുഖരിസുൽ വലാ തുഖ്സിറുൽ ലഹിക ഫഇന്ന കസറത്തുൽ ലഹിക തുമീതുൽ ഖൽബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അധികം നിങ്ങൾ ആരും ചിരിക്കരുത്, നിങ്ങൾ അധികമായിട്ട് ചിരിക്കരുത്. ഒരുപാട് ചിരിക്കുന്നവന്റെ ഹൃദയം കഠിനമായി പോകും, അവന്റെ ഹൃദയം കട്ടിയായി പോകും, അവന്റെ ഹൃദയം മരിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അധികമായിട്ട് നിങ്ങൾ ചിരിക്കല്ലേ, അധികമായിട്ട് നിങ്ങൾ ചിരിക്കല്ലേ. എനിക്കറിയുന്ന കാര്യങ്ങളെങ്ങാണ് നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കില്ലായിരുന്നു. അധികം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പോയല്ലോ. ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും രാത്രി അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ അതാ മൈത്തന്റെ വീട്ടിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവിടെ നിന്ന് 7 ആകാശം കടന്നു പടച്ച റബ്ബിനെ കാണാൻ പോയല്ലോ. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തി ഇസ്രാഉം മിഅ്റാജും നടന്ന രാത്രിയുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശം കടക്കുമ്പോൾ അല്ലാഹുവേ, മലക്കുകൾ മുത്തുനബിയെ സ്വീകരിക്കുകയാണ്, എല്ലാ മലക്കുകളും സ്വീകരിക്കുകയാണ്, എല്ലാ കവാടങ്ങളും തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ മുഴുവനും വലിയ സന്തോഷത്തിലാ. എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകനെ എല്ലാവരും സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് ഓരോ കവാടങ്ങളും കടത്തി വിടുമ്പോ റസൂലുള്ള നോക്കുമ്പോ ഒരേ ഒരു മലക്കിരുന്ന് കരയുകയാണ്. ഒരേ ഒരു മലക്ക് ഇങ്ങനെ തലതാഴ്ത്തി പിടിച്ചിരിക്കുകയാണ്. ആ മലക്കാരോടും സംസാരിക്കുന്നില്ല, ആ മലക്കാരോടും ആരുടെ മുഖത്തും നോക്കുന്നില്ല. ആ
മലക്കിനൊരു സന്തോഷവുമില്ല. അള്ളാന്റെ റസൂലിന് അത്ഭുതമായി, ആരാ പടച്ചവനെ, എല്ലാരും സന്തോഷിക്കുന്നു, ചിരിക്കുന്നു, പക്ഷേ ഒരേ ഒരു മലക്ക് മാത്രം ചിരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ജിബ്രീലേ, ആരാണ് ജിബ്രീലേ? ആയിരിക്കുന്ന മലക്കാരാണ് ജിബ്രീലേ? യാ റസൂലല്ലാഹ്, അത് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന മലക്കാണ് നബിയേ. ആ മലക്ക് ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്തേ ചിരിക്കാത്തത്, എന്തേ സന്തോഷിക്കാത്തത്, മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ? അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, ചിരിക്കണമെന്നുണ്ട് നബിയേ, ചിരിക്കണമെന്നുണ്ട് നബിയേ, പക്ഷേ ചിരിക്കുമ്പോ കണ്ണിലൂടെ കണ്ണുനീര് വരികയാണ്. ചിരിക്കുമ്പോ കണ്ണിലൂടെ കണ്ണുനീര് വരികയാ. കാരണം എന്തെന്നറിയുമോ? ഖിയാമത്ത് നാൾ വരെ എനിക്ക് ചിരിക്കാൻ കഴിയില്ല, ഖിയാമത്ത് നാൾ വരെ എനിക്ക് ചിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നറിയുമോ? അള്ളാന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം ഞാനൊന്ന് കണ്ടുപോയി നബിയേ. എന്റെ പ്രിയമുള്ളവരെ, നരകം കണ്ടത് കാരണം മരിക്കുന്ന കാലം വരെ ആ മലക്ക് ചിരിക്കില്ല എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വല്ലാത്ത ചിരിയിലാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്ന അനസ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്നു, യാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്നു, യാ അയ്യുഹന്നാസ് ഉബ്കൂ ഫഇല്ലമ തബ്കൂ. അല്ലാഹുവേ, അവിടെന്ന് മഹാനവറുകൾ പറയുന്നു, നിങ്ങൾ കരയണേ, നിങ്ങൾ കരയണേ, കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയുന്നവരെ പോലെ അഭിനയിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയണം, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയണം. കരച്ചിൽ വരുന്നില്ലേ, നിങ്ങൾ അഭിനയിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണം. നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണം. ഇല്ലെങ്കിലോ ഫഇന്ന അഹ്ലന്നാരി യബ്കൂർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, നരകവാസികൾ കരഞ്ഞ് കരഞ്ഞ്, നരകത്തിൽ കിടക്കുന്നവരെ കരഞ്ഞ് കരഞ്ഞ്, അവരുടെ മുഖത്തുകൂടെ ചാലുകൾ കാണാം. മഴവെള്ളപ്പാച്ചിലിൽ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ചാലുണ്ടല്ലോ, ഓടയുണ്ടല്ലോ, അതാ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകി ഒഴുകി അവരുടെ മുഖത്ത് ചാലുകൾ കാണാം. റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹുവേ, അവസാനം കരഞ്ഞ് കരഞ്ഞവരുടെ കണ്ണുനീര് വറ്റിപ്പോയിട്ട് അവരുടെ കണ്ണുകളിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്. അവരുടെ കണ്ണിൽ നിന്ന് രക്തമൊലിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് കരയാൻ കഴിയണം. കരയുന്നത് വെറുതെയല്ല, കരയുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്. കരയുന്നതിലൂടെ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പടച്ച റബ്ബേ നരകത്തെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞാൽ നമുക്ക് കരയുന്നതിലൂടെ റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ചെയ്തു പോയ തെറ്റിന്റെ പേരില് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കണ്ണുനീരിന് 5 പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങുന്ന ഒരു മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ പശ്ചാത്തപിച്ച് കരയുന്ന ഒരു മനുഷ്യൻ, നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരിന് 5 പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 പ്രതിഫലം കേട്ട് കരഞ്ഞു ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സലീം ഉസ്താദ് പ്രസരിക്കല്ലേ? ഇൻഷാ അല്ലാഹ്. പ്രസിഡന്റിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ, കയ്യൊക്കെ റെഡിയായ. നമുക്ക് മുമ്പേ വീണ്, എനിക്ക് ശേഷം വീണില്ലേ? അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റേ ഓപ്പറേഷനൊക്കെ എന്തായി?
അൽഹംദുലില്ലാ. എന്നാലും വയ്യാത്ത കയ്യും കൊണ്ട് ഓടിച്ചാടി നടക്കുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാ. അള്ളാഹു ലോകത്താരെല്ലാം ഇഷ്ടപ്പെടുന്ന അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ ഒരുപാട് പേര് പള്ളി വരാൻ കഴിയാത്ത താമാരൊക്കെ വിളിച്ചിട്ട് ഉസ്താദ് ദുആ ചെയ്യണം ഒരുപാട് പേര് പറയുന്നുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കരഞ്ഞാൽ കിട്ടുന്ന പതിപോലെ എന്താ? അവിടെ ഇവിടെയൊക്കെ പോയിട്ട് സീരിയൽ കണ്ടിട്ട് കരയും. സീരിയൽ കണ്ടിട്ട് പെണ്ണുങ്ങളിരുന്ന് കരയണാണ്. പടച്ചോൻ എന്താ കരച്ചിലില്ലേ? മരിച്ച വീട്ടിൽ പോയിരുന്ന് കരയും. രോഗം പിടിച്ചു കിടക്കുന്നവരെ കണ്ടാ കരയും. ആകാശദൂത് കണ്ടിട്ട് കരഞ്ഞവരല്ലാരും. ഏറ്റവും കൂടുതൽ വലിയ കരച്ചിലില്ലേ? അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ പടം കണ്ടിട്ട് കരയാതെ വരുന്നവർക്ക് സമ്മാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ? അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരി, വലിയ നല്ലതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ചിരിക്കണം, പുഞ്ചിരിക്കണം. പുഞ്ചിരി പോലും സദഖയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു മുഅ്മിനിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കണം. പുഞ്ചിരിക്കുന്നത് സദഖയാണെന്ന് പറഞ്ഞത്. ആ പ്രവാചകനാ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അമിതമായി ചിരിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ചിരി നാശത്തിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിൽ ചിരിക്കാൻ പാടില്ല. ചിരിക്കാൻ പാടില്ലാത്ത 6 സ്ഥലങ്ങളുണ്ട്. ചിരിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് വരുമ്പോൾ പട്ടിയുടെ കോലത്തിലായിരിക്കും വരുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ ചിരിക്കാൻ പാടില്ലാത്ത, സംസാരിക്കാൻ പാടില്ലാത്ത 6-7 സ്ഥലങ്ങളുണ്ട്. എപ്പോഴും ഞാൻ പറഞ്ഞു തോന്നുന്നു. ചിരിക്കാനും സംസാരിക്കാനും പാടില്ലാത്ത സ്ഥലങ്ങളിൽപ്പെട്ട ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറും കാട്ടി പോയി നിന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളോ അവിടെ പോയി നിന്ന് കോമഡി പറയുന്നവരാ. പള്ളിപ്പറമ്പിൽ പോയി നിന്നിട്ട് നമാസ് പറയുന്നവർ. അവിടെ പോയി നിന്നിട്ടാ സുവാണോളിയ പെണ്ണുമ്പിള്ള കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടോ എവിടെ താഴെ അവിടെ അവന്റെ വാപ്പ അതിനടി കിടപ്പുണ്ട്, കച്ചവടമൊക്കെ ആയിട്ട് നടന്നാടാ. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട് നമ്മൾ അവിടെ പോയി നിന്ന തമാശ പറയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാണ് സുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് നരകം പറഞ്ഞപ്പോഴല്ല. നരകം പറഞ്ഞപ്പോഴോ മരണം പറഞ്ഞപ്പോഴോ ഒന്നുമല്ല, മഹ്ശറ പറഞ്ഞപ്പോഴോ അല്ല. ചങ്ങാതി, ഖബറ് കണ്ട താടി കൂടി ഇങ്ങനെ ഒലിക്കും. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, ഖബറ് കണ്ടു കഴിഞ്ഞാൽ ഇന്നും ജന്നത്തുൽ ബഖീയുടെ മധ്യസ്ഥാനത്ത് കിടക്കുന്നുണ്ട്. അല്ലാഹു ആ ഖബർ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാധാരണ ഒരു സഹാബിയ ഉസ്മാൻ തങ്ങൾ ആരാ? അല്ലാഹുവേ പടച്ചവനെ, തന്റെ വീടിന്റെ അകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോ ശത്രുക്കൾ വീടിന്റെ അകത്ത് കയറി വന്നു. വാളും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉസ്മാൻ തങ്ങളുടെ ഭാര്യ കയറി പിടിച്ചു. 2 കൈയും വെട്ടിമുറിച്ചു, മുടിയിൽ പിടിച്ചു വലിച്ചിടച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടിവയറ്റിലേക്ക് കത്തി കുത്തിക്കിറക്കി. അവിടുത്തെ നെഞ്ചിടത്തിലേക്ക് താടിയിൽ പിടിച്ചിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കി. അപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കയ്യിലിരുന്ന ഖുർആൻ താഴെയിട്ടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ സമയത്തും കയ്യിലിരുന്ന ഖുർആൻ താഴെ വെച്ചില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ആ ഖുർആനിലെ ആയത്തിന്റെ മുകളിലാ വീണേ. അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് പറയുന്ന ആയത്തിന്റെ മുകളിൽ തന്റെ ശരീരത്തിലെ രക്തം വീണ ആ സഹാബി ഖുർആൻ നെഞ്ചത്ത് വെച്ചിട്ട് ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഷഹീദായ സഹാബി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആ ഉസ്മാൻ തങ്ങൾ പള്ളിപ്പറമ്പിലോട്ട് പോയാൽ ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ മതി നിലവിളിക്കും. ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ ഖബർ കണ്ടാ കരയും. കരയണം സഹോദര ഖബർ കണ്ടാൽ. കാരണം അവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലം മുഴുവനും രക്ഷപ്പെട്ടു. അവിടെ പരാജയപ്പെട്ടാൽ പോയി ബാക്കിയുള്ള സർവ്വ സ്ഥലങ്ങളും
പരാജയപ്പെടും. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അവിടെ പരാജയപ്പെട്ടു പോയാൽ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് മരിച്ചവനാണെങ്കിലും, വെള്ളിയാഴ്ച രാവി മരിച്ചവനാണെങ്കിലും, ഹാഫിദ് ആണെങ്കിലും, ആലിമാണെങ്കിലും, എത്ര വലിയ കുത്തുബുൽ അഖ്താബാണെങ്കിലും പള്ളിക്കാട്ടിൽ ചെല്ലുമ്പോ ഖബർ ഞെരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് കൊണ്ടുവച്ച ആരായാലും ഖബർ ഞെരുക്കും. അങ്ങനെ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു രക്ഷപ്പെടും. ആരാ സഹാബി? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല. ഖബറിൽ കൊണ്ട് ഈ സഹാബിയുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. ആ സഹാബി മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങി. സഅദ് ബിൻ മുആദ് എന്ന് പറയുന്ന 6-7 വർഷം മുസ്ലിമായി, 50 വർഷമല്ല, ഏകദേശം 31-ാമത്തെയോ 32-ാമത്തെ വയസ്സിലാ മുസ്ലിമായി. 7 കൊല്ലം 6-7 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഈ സഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. അള്ളാഹുവിന്റെ അർശ് കുലുങ്ങി. ആ സഹാബിയുടെ ജനാസ മലക്കുകളാ ചുമന്നുകൊണ്ട് പോയ പള്ളിപ്പറമ്പില് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചപ്പം മുത്തുനബി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് പറ സഹാബ സുബ്ഹാനല്ലാഹ്, എല്ലാരും സുബ്ഹാനല്ലാഹ് പറയാ, എല്ലാരും ദിക്റുകൾ പറയുകയാ. മുത്ത് അത്ഭുതം കാണാതെ പ്രവാചകൻ അങ്ങനെ പറയാറില്ല. സഹാബികൾ ചോദിച്ചപ്പോ പറഞ്ഞു, സഅദ് ബിൻ മുആദിന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ചപ്പോ ഖബറ് 2 ഭാഗത്ത് നിന്നും അടുത്തു വന്നു സഹാബ. അവിടെ നിന്ന് ഖബർ 2 ഭാഗത്ത് നിന്ന് അടുത്തിങ്ങനെ വന്ന് ഞെരുക്കി. അത് കണ്ടപ്പോ ഞാൻ വിളിച്ചതാ സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ വാഴ്ത്തിയപ്പോഴാ ഖബർ വിട്ടതെന്ന്. ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ആ സഹാബി രക്ഷപ്പെടുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടെ പോയി നിന്നാ തമാശ പറയണ എത്ര പേരാപ്പ. ഓഹ്, മയ്യത്തൊക്കെ അടക്കുന്നവൻ കണ്ടാ വീഡിയോയും പിടിച്ചോണ്ട് അടക്കണേ. നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് പള്ളിപ്പറമ്പിലൊക്കെ ഖബറുകളിൽ മയ്യത്തുകൾ ഖബറടക്കുന്ന സമയത്ത് മൊബൈലും വെച്ചോണ്ട് ഒരുത്ത നിൽക്കാൻ പിടിക്കാൻ. ആരെ കാണിക്കാനാ? ഇതൊക്കെ ആരെ കാണിക്കാനാ? നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല. നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മൾ എവിടെ പോയി നിന്ന് ഇത് ആരെ കാണിക്കാൻ? പള്ളിപ്പറമ്പിൽ പോയി നിന്നുകൊണ്ട് സെൽഫി എടുക്കുന്നവരുണ്ട്. ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ അടുത്തവന്റെ തലയിൽ നട്ടുവെച്ചിരിക്കുന്ന ചെടിയുടെ ഇല പറിച്ച് കളിക്കാൻ. ഇങ്ങനെ അൽഹംദുലില്ലാഹ് അവിടെ പള്ളിപ്പറമ്പിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാ എടാ പറയുന്നുണ്ട്, നടന്നോടാ സിറാജ്, ഞാൻ കാണിച്ചു തരാൻ നിന്നെ. എന്നോട് പറയാ, പള്ളിക്കറമ്പ് പറയുന്നുണ്ട്, എടാ നടന്നോടാ എന്റെ മുകളിലൂടെ. എന്റെ തനി ഗുണം എന്താണെന്ന് നിനക്ക് അറിയുന്നൊരു ദിവസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ പോയി നിന്ന് സംസാരിക്കാനും പാടില്ല, ചിരിക്കാനും പാടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനിയെങ്കിലും പോകുമ്പോ ശ്രദ്ധിച്ചോണം കേട്ടോ. നേരത്തെ ഇവിടെ ഇപ്പൊ ഇങ്ങനെ വെള്ളിയാഴ്ചയൊക്കെ പോവോ ഉസ്താദ് ആരെങ്കിലും ദുആ ചെയ്യാനൊക്കെ? എല്ലാം ഓടോ കൊറോണ, അവിടെയും കൊറോണ എന്ന് തോന്നുന്നു. പള്ളിപ്പറമ്പിൽ പല പള്ളികളിൽ ഇങ്ങനെ കാണും. ഒന്ന് കാടൊക്കെ വെട്ടിച്ചു വിടണം കേട്ടോപ്പാ. അത്യാവശ്യമായിട്ട് കാടൊക്കെ ഞാൻ ഇന്ന് പോയി നോക്കി, ഒന്ന് കാടൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എല്ലാവരും അല്ലേ ഇപ്പൊ? ഇനിയിപ്പോ എല്ലാവരും കൂടെ ഒന്ന് വിചാരിച്ചാൽ മതി, അതിനാണെന്നും വേണ്ട. പള്ളിക്കാടെന്ന് പറഞ്ഞാൽ ഇതാ, ചില കാടുകൾ കണ്ടാൽ തന്നെ പള്ളിക്കാട് ചില കണ്ടു കഴിഞ്ഞാൽ എല്ലാം വെളുത്ത് മീസാങ്കല്ലുകൾ മാത്രം കാണാം, വെളുത്തിരിക്കാം. പള്ളിക്കാടെന്ന് പറയുമ്പോൾ കാട് പിടിച്ച് കിടക്കുക എന്ന് പറഞ്ഞ് കാട് പിടിച്ച് കിടക്കാനല്ല, ഒന്ന് വൃത്തിയാക്കൊക്കെ വേണം ഇടയ്ക്കിടയ്ക്ക്. ശരി, അൽഹംദുലില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആരൊക്കെ ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നു അവരുടെ മണ്ണർ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു പടച്ചവനെ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് പള്ളിപ്പറമ്പിൽ നിന്ന് സംസാരിക്കാനും പാടില്ല. 40 വർഷത്തെ അമരം നഷ്ടപ്പെടുമെന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അവിടെ നിന്ന് ചിരിക്കാൻ പാടില്ല. 2, ഖുർആൻ ഓതുന്ന സമയത്ത് നിനക്ക് ഫോൺ വന്നോ, വിളിക്കണോ, സംസാരിക്കണോ, സദഖല്ലാഹു മൗലാനൽ അലി മടക്കി വെച്ചേക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കണം. ആരാപ്പ നോക്കാം, തുറന്നു വെച്ചിട്ടങ്ങ് വാഴ്ന്നു പറയല്ലേ. എടാ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് സംസാരിക്കണം. ഫോൺ വന്നു കഴിഞ്ഞാൽ അപ്പം മടക്കിക്കൊള്ളണം. പിന്നെ ഒന്ന് ബിസ്മി പറയണമെന്നല്ലേ ഉള്ളൂ. അത് നൂത്തുവെച്ചുകൊണ്ട് സംസാരിക്കുക. സുഖം അവിടെ ഇരുന്നുകൊണ്ട് തമാശ പറയുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ചിരിക്കുക അല്ലേ? പുള്ളന്മാരൊക്കെ നിസ്കരിക്കുമ്പോ തറാവിയൊക്കെ ഇരിക്കുമ്പോ അങ്ങോട്ടൊരു തട്ട് ഇങ്ങോട്ടൊരു തട്ട്, അത് നോക്കടാ, അത് കണ്ടോടാ, അത് കണ്ടോ. ഇതൊക്കെ തന്നെ നിസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കളിയും ചിരിയും തമാശയും നാശത്തിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബാങ്ക് വിളിക്കുമ്പോഴുള്ള സംസാരവും ചിരിയും നല്ലതല്ല. നമ്മളപ്പ ഇവിടെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, മദ്രസയിൽ 2ാം ക്ലാസ്സിൽ എങ്ങാണ്ടുണ്ട്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന്റെ ആക്കിബത്ത് മോശമാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആര് സംസാരിക്കുന്നു അവന്റെ മരണം നാക്ക് പൊങ്ങൂല എന്ന് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പണ്ടൊക്കെ അള്ളാഹു പടച്ചവനെ ഈ പള്ളികളിൽ കണ്ടിട്ടുണ്ട്, ഒളുവെടുത്ത് കഴിയും,
ഒതുവെടുത്തോണ്ടിരിക്കുന്നവര് ബാങ്ക് വിളിച്ച അപ്പം നിർത്തിക്കളയും, ഒതുവെടുക്കത്തില്ല. കാരണം എന്ത്? ആ ഒതുവെടുക്കുന്ന സമയത്ത് പല ദിക്റും ദുആയും പറയാനുണ്ട്, ബാങ്ക് വിളിക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്ന സമയം നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു പാവകാരിയാണ്. പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന നാശം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമ്മുടെ നാക്കു പൊങ്ങൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനാസ കൊണ്ടുവരിക, മയ്യത്ത് കൊണ്ടുവരുമ്പോ ഒരു വലിയ ഒരുത്തനെ 3 കഷ്ണം വെള്ള തുണിയിൽ പൊതിഞ്ഞ് മയ്യത്ത് കട്ടിലിൽ വെച്ചിട്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബൈക്കിലൊക്കെ പുറകെ ഇരുന്നിട്ട് എന്നാ തമാശ പറഞ്ഞിട്ട് വെറുതെ ചിരിച്ചും കളിച്ചു. മുന്നിൽ മയ്യത്ത് കൊണ്ടുപോകുന്നു, ജനാസ കൊണ്ടുപോകുമ്പോ ചുമക്കുന്നവനും ചിലപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടാ വരിക. പിന്നെ വണ്ടിയിലാണല്ലോ കൊണ്ടുപോകണം. പിന്നെ എല്ലാവരും ബൈക്കിൽ ഇങ്ങനെ വരുമ്പോ തമാശകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സമയത്തുള്ള സംസാരവും ചിരിയും നല്ലതല്ല. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലിമീങ്ങൾ, ഉസ്താദന്മാർ, വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ നസീഹത്തൊക്കെ നടത്തുമ്പോൾ അവരുടെ മുന്നിൽ ഇരുന്നിട്ട് കളിയും ചിരിയും നല്ലതല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരയുക. ആ കരയുന്നതിലൂടെ നമുക്ക് നേടാൻ പറ്റുന്ന പ്രതിഫലം, ഈ കരയിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കരയുന്നതിലൂടെ നമ്മുടെ കണ്ണിൽ നിന്ന് നിലവിളിച്ച് കരയണമെന്നല്ല, ഒരിറ്റ് കണ്ണുനീരെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് താഴെ വീണാൽ, എപ്പോഴെങ്കിലും ഒറ്റക്കിരുന്നിട്ട് ചെയ്തു പോയ പാപങ്ങള് പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയുമ്പോൾ, അല്ലാഹുവേ, കള്ളു കുടിച്ചല്ലോ, വ്യഭിചരിച്ചല്ലോ, പലിശ തിന്നല്ലോ, ഒരുപാട് നിസ്കാരങ്ങൾ കളയാക്കിയല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടുന്ന് ദുആ ചെയ്യുന്ന സമയത്ത് കരഞ്ഞാൽ, ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് കരഞ്ഞാൽ, ലാ യലിജുന്നാറ ബകാമിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ച റബ്ബേ, പാപങ്ങൾ ചെയ്തു പോയതോർത്തിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടുന്ന് കരഞ്ഞാൽ, ഒരു തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്ന് താഴെ വീണാ അവനെ നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരിക്കലും അവനെ നരകത്തിന്റെ തീ സ്പർശിക്കുകയില്ല. ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീ കരയുന്നവനെ തൊടില്ല. എങ്ങനെ കരയുന്നവന്? സീരിയൽ കണ്ട് കരയുന്നവനല്ല, സിനിമ കണ്ടിട്ട് കരയുന്നവനല്ല, പടച്ചവനെ രോഗികളെ കണ്ട് കരയുന്നവനല്ല, മരണ വീട്ടിൽ പോയി കരയുന്നവനല്ല, പ്രയാസം വരുന്ന സമയത്ത് കരയുന്നവനല്ല. എന്റെ ഒരു വഖത്ത് നമസ്കാരം മുടങ്ങിയല്ലോ അല്ലാഹ്, എന്റെ കണ്ണുകൊണ്ട് ഞാനൊരു ഹറാമ് കണ്ടല്ലോ അല്ലാഹ്, എന്റെ നാവ് കൊണ്ടൊരു ഹറാമ് പറഞ്ഞല്ലോ അല്ലാഹ്, എന്റെ ചെവി കൊണ്ടൊരു വൃത്തികേട് കേട്ടല്ലോ അല്ലാഹ്, എന്റെ കൈ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു പോയല്ലോ അല്ലാഹ്, ഞാൻ മരിക്കുമല്ലോ, ഖബറിൽ വരുമല്ലോ, പരലോകത്ത് വരുമല്ലോ, നീ കണക്ക് ചോദിക്കുമ്പോ പറയണമല്ലോ, സിറാത്തിന്റെ മുകളിൽ കയറണമല്ലോ, നരകത്തിന്റെ തീയിൽ കിടന്ന് കരിയണമല്ലോ എന്ന് ഓർത്തിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണൊന്ന് നിറഞ്ഞ, ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണ അവന് നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഏതുവരെ എന്നറിയുമോ? മുത്തുനബി ഒരു ഉപദേശം പറഞ്ഞു തന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞാൽ, ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ അവനെ നരകത്തിന്റെ തീ തൊടില്ല. ഏതുവരെ എന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അതാ പശുവിന്റെ അകിടിൽ നിന്ന് പാല് പാത്രത്തിലേക്ക് വന്നു. എന്നിട്ട് മുത്തുനബി ഒരു ഉപദേശം, ഒരു ഉദാഹരണം തന്നു. ഒരു പശുവിന്റെ അകിടിൽ നിന്ന്, നമ്മൾ ഒരു ഒട്ടകത്തിന്റെ അകിടിൽ നിന്ന് പാല് കറന്നു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇനി ഇത് തിരിച്ചു പോവോ? ഈ പാത്രത്തിൽ ഇരിക്കുന്ന പാല് ഏതെങ്കിലും ഒരു കാലത്ത് എന്തൊക്കെ ചെയ്താലും തിരിച്ച് അകിടിൽ പോകുമോ? പോകാത്ത കാലത്തോളം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞവന് നരകത്തിന്റെ തീ തൊടില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പാത്രത്തിൽ കിടക്കുന്ന പാല് ഇനി എത്ര വലിയ മന്ത്രവാദി വന്നാലും തിരിച്ചു മുകളിലോട്ട് പോകത്തില്ല. അത് കേറ്റാൻ പറ്റൂല. അത് കേറാത്ത കാലത്തോളം
എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഓർത്തിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഭൂമി വീണിട്ടുണ്ടോ, നീ രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ മഹാന്മാര് കരയുമ്പോ കണ്ണുനീര് ഇങ്ങനെ പിടിക്കാം. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കരയുമ്പോ കണ്ണുനീര് ഇങ്ങനെ പിടിക്കും. കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് തേക്കാ, സുഗന്ധം തേക്കണ പോലെ ശരീരം മുഴുവൻ ഇങ്ങനെ തേക്കാ. എന്റെ പ്രിയമുള്ളവരെ, ദുആ ചെയ്തിട്ട് ആ കണ്ണുനീർ ഇങ്ങനെ പിടിച്ചിട്ട് ആരും കാണാതൊക്കെ തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് ഒറ്റയ്ക്ക് കരയുമ്പോ ആ കണ്ണുനീർ ഇങ്ങനെ പിടിച്ചിട്ട് മേത്ത് തേക്കണം കേട്ടോ, ശരീരത്തിൽ ഇങ്ങനെ തേക്കണം. മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ പറയുക, എന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് വെച്ചപ്പോ, അള്ളാനെ ഓർത്തിട്ട് കരഞ്ഞ കണ്ണുനീര് തൊട്ട സ്ഥലം നരകത്തിൽ കിടക്കില്ല എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂല് പറയുകയാണ്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞാൽ, ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ അവനെ നരകത്തിന്റെ തീ തൊടില്ല. ഏതുവരെ എന്നറിയുമോ എന്റെ പ്രിയമുള്ളവരെ? അതാ പശുവിന്റെ അകിടിൽ നിന്ന് പാല് പാത്രത്തിലേക്ക് വന്നു. എന്നിട്ട് മുത്തുനബി ഒരു ഉപദേശം, ഒരു ഉദാഹരണം തന്നു. ഒരു പശുവിന്റെ അകിടിൽ നിന്ന്, നമ്മൾ ഒരു ഒട്ടകത്തിന്റെ അകിടിൽ നിന്ന് പാല് കറന്നു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇനി ഇത് തിരിച്ചു പോകുമോ? ഈ പാത്രത്തിൽ ഇരിക്കുന്ന പാല് ഏതെങ്കിലും ഒരു കാലത്ത് എന്തൊക്കെ ചെയ്താലും തിരിച്ചകടി പോകുമോ? പോകാത്ത കാലത്തോളം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞവന് നരകത്തിന്റെ തീ തൊടില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പാത്രത്തിൽ കിടക്കുന്ന പാല് ഇനി എത്ര വലിയ മന്ത്രവാദി വന്നാലും തിരിച്ചു മുകളിലോട്ട് പോകത്തില്ല. അത് കേറ്റാൻ പറ്റൂല. അത് കേറാത്ത കാലത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഓർത്തിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഭൂമി വീണിട്ടുണ്ടോ, നീ രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ മഹാന്മാര് കരയുമ്പോ കണ്ണുനീര് ഇങ്ങനെ പിടിക്കാം. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കരയുമ്പോ കണ്ണുനീര് ഇങ്ങനെ പിടിക്കും. കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് തേക്കാ, സുഗന്ധം തേക്കണ പോലെ ശരീരം മുഴുവൻ ഇങ്ങനെ തേക്കാ. എന്റെ പ്രിയമുള്ളവരെ, ദുആ ചെയ്തിട്ട് ആ കണ്ണുനീർ ഇങ്ങനെ പിടിച്ചിട്ട് ആരും കാണാതൊക്കെ തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് ഒറ്റയ്ക്ക് കരയുമ്പോ ആ കണ്ണുനീർ ഇങ്ങനെ പിടിച്ചിട്ട് മേത്ത് തേക്കണം കേട്ടോ, ശരീരത്തിൽ ഇങ്ങനെ തേക്കണം. മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ പറയുക, എന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് വെച്ചപ്പോ, അള്ളാനെ ഓർത്തിട്ട് കരഞ്ഞ കണ്ണുനീര് തൊട്ട സ്ഥലം നരകത്തിൽ കിടക്കില്ല എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.